നമുക്കിന്നൊരു ഫ്രൈ പാൻ ഫുൾ ചിക്കൻ ഉണ്ടാക്കിയാലോ. ചിക്കൻ നന്നായി കഴുകിയിട്ട് നന്നായി വരയണം. ഒരു പെപ്സിക്കോ, പിന്നെ ഒരു ക്യൂബ്, മല്ലിച്ചപ്പ്, പുതിന, 6 പച്ചമുളക്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇനി നമുക്ക് അടുത്തത് വരാം. പെപ്സിക്കോ ഇടാം. ഒരു പെപ്സിക്കോ ആണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ ഫുള്ള്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ക്യൂബ് ഒരെണ്ണം, കാശ്മീരി മുളകും പൊടി 1 സ്പൂണ്, ഇവിടെ ചെറുനാരങ്ങ നീര് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 സ്പൂണ് സുർക്കയാണ് വയ്ക്കാൻ പോകുന്നത്. പിന്നെ മസാലപ്പൊടികൾ കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത്. 1 സ്പൂണ് ചെറുതാണ് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ ഇടുന്നുണ്ട്. പിന്നെ മസാല ഇടും, ചെറിയ സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി ഇടും. പട്ട മസാല പൊടിയില്ലേ അതൊക്കെ കേട്ടോ. ഒരര മഞ്ഞൾ ഇട്ടോ. കുരുമുളകിൻ്റെ പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഞങ്ങൾ ഇടുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇടാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് നമ്മളിടും. ഉപ്പാണ് ഇട്ടിട്ടിരിക്കുന്നത്. അധികം ഏറണ്ട, കുറച്ചിട്ടാൽ മതി. ക്യൂബ് ഇട്ടതല്ലേ, അപ്പോൾ ഉപ്പ് അധികം നമുക്ക് വേണ്ടല്ലോ. ഇത് നുള്ളു വേണമെങ്കിൽ ഇടാം. ഇത് നന്നായി നമുക്ക് ഇളക്കാം, കുഴക്കാം. ഈ ക്യൂബൊക്കെ നമുക്കിങ്ങനെ ഇതാക്കണം. അങ്ങനെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കണം. താഴത്ത് വെച്ചാൽ മതി. ഞങ്ങൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കുക. പിന്നെ സൺഫ്ലവർ ഓയിലില്ലേ, ഒരു 2 സ്പൂണ് ഒഴിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞങ്ങളത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സെറ്റായിട്ടുണ്ട്. അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾ ഇനി അടുപ്പത്തൊക്കെ പോകട്ടെ. സ്റ്റൗ ഓണാക്കാൻ പോകട്ടെ. സ്റ്റൗ ഓണാക്കണം. എന്നുള്ള വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചിടാം. സൺഫ്ലവർ ഓയിലേക്ക് കേട്ടോ. സൈഡിൽ തുള്ളി വെച്ചാൽ മതി. നമുക്ക് മൂടി വെക്കണം. ഇപ്പം നമുക്ക് വെളിച്ചെണ്ണ അയക്കേണ്ട. വെളിച്ചെണ്ണ നമുക്ക് എല്ലായിടത്തും ആവണുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ് അരിച്ച് ഒഴിക്കൂട്ടാം. അരിച്ചിട്ട് ഒഴിക്കും. പക്ഷേ ഞങ്ങൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഇടാൻ മറന്നു പോയി. അപ്പോൾ സെറ്റായിട്ടുണ്ട്.